എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് നമ്മുടെ തക്കാളികളൊക്കെ എങ്ങനെ ഇതുപോലെ പൂത്ത് കിട്ടാൻ ഒരു മാർഗ്ഗമാണ് പറഞ്ഞു തരുന്നത്. ഇത് കുഞ്ഞിലെ ഇത് ഏകദേശം ഒരു 2 അടി ഹൈറ്റ് ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു 1-2 ട്രിക്കുകൾ ഇതിൽ പ്രയോഗിക്കേണ്ടി വരും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് നിർത്തുക, കീടങ്ങളില്ലാതെ. അപ്പോൾ നല്ല ഇലകൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടാനുള്ള മരുന്ന് കൊടുക്കണം. കൂടാതെ തന്നെ നമ്മൾ ഈ തക്കാളിയുടെ തണ്ടിൽ നിന്നും നമ്മൾ പൊടിച്ച് വരുമ്പോൾ തക്കാളി പൊടിച്ച് വരുമ്പോഴും നമ്മൾ ഈ എല്ലാ തണ്ടിൻ്റെ ഇടയ്ക്കും കുഞ്ഞു മുകുളങ്ങൾ വരും. അത് നമ്മൾ ഒടിച്ച് കളയണം. അത് ഒടിച്ച് നമ്മൾ കളഞ്ഞാൽ അവിടെ പെട്ടെന്ന് അടുത്ത തൈ വരും. അതാണ് അതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. നമ്മൾ തക്കാളിയുടെ ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലുള്ള മുകുളങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഒടിച്ച് കളയുക. ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പൂക്കൾ കിട്ടും, നല്ല ഹെൽത്തിയായിട്ട് തൈ കിട്ടും നമുക്ക്. കൂടാതെ തന്നെ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തോല് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ട്, ഇപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 2 പഴത്തിൻ്റെ തോല് കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് ശർക്കര അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഏതെങ്കിലും ഒന്നിട്ടൊന്നുള്ള മിക്സി ഒരു ദിവസം വെച്ചിട്ട് ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകൾ നല്ല ഹെൽത്തിയായിട്ട് നിൽക്കും. അപ്പോൾ നിറച്ച് പൂക്കൾ വരുവാനും ഇലകൾ ഹെൽത്തിയായിട്ട് നിൽക്കുവാനും നമുക്ക് ഈ 2 ട്രിക്ക് പ്രയോഗിക്കാം. ആ മുകുളങ്ങളൊക്കെ ചെറുതായിട്ട് നുള്ളി കൊടുക്കുക. അപ്പോൾ ചിലർ പറയും തക്കാളി വളർന്നു പോയിട്ട് പൂക്കുന്നില്ല, കായ് കിട്ടുന്നില്ല എന്ന്. അങ്ങനെയുള്ള ചെടികൾ നമ്മൾ നിർബന്ധമായിട്ട് ഈ ലീഫ് നുള്ളിക്കളയണം. ആ ലീഫുകൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചതുപോലുള്ള ലീഫുകൾ നുള്ളി കളയുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കിട്ടും. കൂടാതെ കായ്ഫലവും കിട്ടും. ഷെയർ ചെയ്യൂ.